ഇതെൻ്റെ നെയിൽസാണ്, ബിഫോർ മൈ നെയിൽസ് ഡൺ. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം എൻ്റെ നെയിൽസൊക്കെ നന്നായിട്ട് ഇപ്പം നേരത്തേക്കാളും ഗ്രോണപ്പ് ആയിട്ടുണ്ട്. ആൻഡ് ഞാൻ ചെയ്തിരിക്കുന്നത് കാറ്റയാണ്, ഗോൾഡൻ കളറിൽ. ഞാനിവിടെ ഫിംഗർ ടിപ്സിൽ നിന്നാണ് ചെയ്തത്, ട്രിവാൻഡ്രത്ത്. സോ നമ്മൾ റീഡോ ചെയ്യാൻ പോവാണ്. ഇത് ജെൽ പോളിഷാണ് ചെയ്തിരിക്കുന്നത്. I got this dress from website. ഇതൊരു quite comfortable cotton ഡ്രസ്സാണ്. സോ റെഡിയാക്കാം. So this is my final look. ചെറുതായിട്ടൊന്ന് കൺസീൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ പുട്ട് ദ ലിപ്സ്റ്റിക്, എന്നിട്ട് ബ്ലഷ് ചെയ്തിട്ടുണ്ട്. ആൻഡ് കുറച്ച് മസ്കാര ഇട്ടു. ലിപ്സ്റ്റിക് ഇൻ ദ ഷെയ്ഡ് ടെഡി ടിൻറ്റിൻ്റെ ഷെയ്ഡ് ഏതാണെന്ന് ഓർമ്മയില്ല. ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ പറയാം. സോ ഐ ലൈക്ക് ദ ഫിനിഷിംഗ്. Today I'm styling the outfit with this green emerald dial watch from Daniel Wellington. So with this watch, I forgot to mention my closet. Cute, hope you like it. So let's head to fingertips. ഇടയിലൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നത് കാരണം ഞാൻ എൻ്റെ അപ്പോയിൻമെൻറ്റ് സ്ലൈറ്റായിട്ട് ചേഞ്ച് ചെയ്തു. ഞാൻ യൂഷ്വലി കാലിലും നെയിൽസ് ചെയ്യാറുണ്ട്, അതും എനിക്ക് റെഡോ ചെയ്യാനുണ്ട്. കാലിലെ സെയിം ഫ്രഞ്ച് മാനിക്യൂർ ഞാൻ ഓൾറെഡി ചെയ്തിരുന്ന, അത് ജസ്റ്റ് ഇതെൻ്റെ കയ്യിലെ പഴയ ജെൽ പോളിഷുകൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഫോയിൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ മോസ്റ്റ്ലി മന്ത്ലി നെയിൽസ് ചെയ്യുന്നത് കൊണ്ട് നെയിലിൻ്റെ തിക്നിങ്ങിന് കുറച്ച് വ്യത്യാസം വന്നിരുന്നു റീസെൻ്റ്ലി. അപ്പോൾ ലാസ്റ്റ് മന്ത് അതുകൊണ്ടാണ് ഞാൻ ജെൽ പോളിഷ് ചെയ്തത്. ഇത്തവണ ഞാൻ ജെൽ ലേ ഓവറാണ് കയ്യിൽ ചെയ്യുന്നത്, കാലിൽ ജെൽ പോളിഷും. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് എൻ്റെ ജെൽ പോളിഷിൻ്റെ റിമൂവൽ പ്രോസസ്സാണ്. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1 year ആയിട്ട് നെയിൽസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട് എല്ലാ മന്തും. ആൻഡ് ഐ റിയലി ലൈക്ക് ദ പ്രോസസ്. ലുക്സും ഉണ്ട്, ക്വൈറ്റ് മൈൻഡ്ഫുള്ളും ആണ്. ഒരു സ്പായൊക്കെ എടുക്കുന്ന സെയിം ഫീൽ തന്നെയാണ് എനിക്ക് ഇതിന് തോന്നിയിട്ടുള്ളത്. ആൻഡ് ആസ് ഗേൾസ് നമ്മളെല്ലാവരും നെയിൽസൊക്കെ നല്ല ക്ലീനായിട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അല്ലേ. ഞാൻ ടുഡേ ഫ്രഞ്ച് മാനിക്യൂറാണ് ചെയ്യുന്നത്. കുറച്ച് അപ്കമിങ് ഹോളിഡേയ്സ് ഉള്ളത് കൊണ്ട് തന്നെ നിറയെ ഡ്രസ്സിന് മാച്ച് ആവുന്ന ഒരു നെയിൽസാണ് ഫ്രഞ്ച് മാനിക്യൂർ, അതുകൊണ്ടാണ് അത് ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് കേട്ടോ 2 പേര് ഒരുമിച്ച് നെയിൽസ് ചെയ്യുന്നത്. പക്ഷേ ഇത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ടൈമും അത്രയും കൺസ്യൂം ചെയ്തില്ല, 2 കാര്യം ഒരുമിച്ച് കഴിയുകയും ചെയ്തു. പുള്ളി എത്ര പേഷ്യൻ്റായിട്ടാണ് എൻ്റെ നെയിൽസ് ചെയ്യുന്നത് നോക്കിയേ. ജെൽ പോളിഷ് റിമൂവ് ചെയ്ത് എൻ്റെ നെയിൽസൊക്കെ പ്രോപ്പറായിട്ട് ഫയൽ ചെയ്ത് ജെൽ കോട്ടിടാണ്. ഇവർ നെയിൽസൊക്കെ ചെയ്യുന്ന ടൈമിൽ ഞാൻ പാട്ടൊക്കെ കേട്ട് കുറച്ച് നേരം ആസ്വദിച്ചൊക്കെ ഇരിക്കുമായിരുന്നു. അല്ലെങ്കിൽ ഇത് ഒത്തിരി നീണ്ട പ്രൊസീജിയറാണ്, സമയം പോകത്തില്ല. അതുകൊണ്ടാണ് ഒരു 1 hour നീണ്ടു നിൽക്കുന്ന പ്രോസസ്സാണ്. ഇതാണ് നമ്മുടെ ഫൈനലായിട്ട് വരുന്ന ഔട്ട്കം. പുള്ളിക്ക് എൻ്റെ നെയിൽസ് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് സ്റ്റുഡിയോയിലായിട്ടൊക്കെ ഇട്ടിട്ട് 2-3 ഫോട്ടോസ് ഇൻസ്റ്റാഗ്രാമിന് വേണ്ടിയിട്ട് എടുത്തിരുന്നു. എനിക്കും ഇഷ്ടമായി. എനിക്ക് പൊതുവെ ഫ്രഞ്ച് മാനിക്യൂർ ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അതൊരു ക്ലീൻ ഗേൾ ഫീലിംഗ് ഒക്കെ തരാറുണ്ട്, അതുകൊണ്ടാണ് ഞാനത് ഓപ്റ്റ് ചെയ്യുന്നത്.
കർവ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെയ്യാറുണ്ട്. പക്ഷേ ഫസ്റ്റ് ടൈമാണ് ഓവൽ ഷേപ്പ് ട്രൈ ചെയ്യുന്നത്. ഇവിടെ ഫോട്ടോ ഞാൻ കൊടുത്തേക്കാം. യൂഷ്വലി നമുക്ക് ഫ്രഞ്ച് മാനിക്യൂർ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇന്ത്യൻ ഫുഡൊക്കെ അങ്ങനെയാണല്ലോ, കറിയൊക്കെ അധികം നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഒരു യെല്ലോയിഷ് കളറ് നെയിലാവാൻ ചാൻസസ് ഉണ്ട്. പക്ഷെ അത് നമുക്കൊരു ആൽക്കഹോൾ റബ് വൈപ്പ് വെച്ചിട്ടോ ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള റിമൂവേഴ്സ് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അത് വെച്ചിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ സിപ്സൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ബാഗിൻ്റെ സിബുകളോ അങ്ങനത്തെ നമ്മൾ ഓപ്പൺ ചെയ്ത് അടയ്ക്കുമ്പോൾ നമ്മൾ നെയിൽസ് ഒന്ന് കെയർഫുൾ ആയിരിക്കണം. ഇതൊക്കെ ഉള്ളൂ ഇതിൻ്റെ മെയിൻ്റെനൻസ്. സോ ഞാൻ അങ്ങനെ അധികം ഇതിനെപ്പറ്റി ബോധേഡല്ല. കാരണം ഞാനിപ്പോൾ ഒരു 1 year ആയിട്ട് ചെയ്യുന്നതാണ്. പിന്നെ നെയിൽസിന് എക്സ്റ്റൻഷനും ഇല്ല. ഓൺ നെയിൽസ് ആണെങ്കിൽ മെയിൻ്റെനൻസ് കുറച്ചുകൂടെ ഈസിയാണ്. Hope you all like the video. Till then, bye.